കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഭയങ്കര വെയിലായിരുന്നില്ലേ, നല്ല വേനൽ വെയിൽ എന്നൊക്കെ വിചാരിക്കും, അതുപോലെയുള്ള വെയിലായിരുന്നു. ഇപ്പോൾ അതാ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. രാവിലെ മഴ, രാത്രി മഴ, രാത്രിക്കത്തെ കാര്യം പറയും വേണ്ട, രാത്രി നല്ല മഴയാണ്, ഭയങ്കര മഴ. മഴൻ്റെ സൗണ്ടും കേട്ടാണ് ഞാൻ ഉറങ്ങല് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇന്നൊക്കെ ഭയങ്കര മഴ. അപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ സമയം ചിങ്ങമാസം ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ടാവും, ചാറ്റൽ മഴ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ മഴ ചെയ്താൽ ഇങ്ങനെ ഓണപ്പൂക്കളിടും, എല്ലാവരും ഇങ്ങനെ മുന്നിലിങ്ങനെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറയണതും അതാണ് കേട്ടോ. അയ്യോ, എല്ലാവരും ഇങ്ങനെ മുറ്റത്തൊക്കെ ഓണപ്പൂക്കളിടും, അവിടെ മഴ നനയുമ്പോൾ ആകെ പൂവൊക്കെ ഇങ്ങനെ എനിക്കാവൂലേ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ നബിദിനത്തിൻ്റെ റാലിയും കാര്യങ്ങളൊക്കെ നാളെ മറ്റന്നാളോ അതിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിനൊക്കെ മക്കൾ റാലിയൊക്കെ പോകുമ്പോൾ, ജാഥയൊക്കെ പോകുമ്പോൾ ഒക്കെ മഴ നനയും. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമയം 8:30 8:45 ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്, 6:30 ആ സമയത്തൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നേരെ മുകൾക്കട് കയറി പോയിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഐറൂസിന് ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഓണപ്പരിപാടി ഉണ്ട്. മോളൂൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ അരീക്കോടുള്ള സ്ഥാപനം ഉണ്ടല്ലോ, റൈസിലെ, അവിടെയാണ് കേട്ടോ. അവിടെ നമ്മളിവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പം അതും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഈ മഴ ഉണ്ടോ, ഈ മഴത്തൊക്കെ എന്താ ഇപ്പോൾ ചെയ്യുക, ഓഡിറ്റോറിയം ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പം അതിന് ഇടാനുള്ള, ഐറൂസിന് ഇടാനുള്ള ഷർട്ട് എൻ്റെ ശീലിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് അത് രാവിലെ കയറി അതങ്ങോട്ട് തയ്ച്ചിട്ടുള്ള ഇറക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടും ഞാൻ മഴത്തൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് ഈ മഴ കാണാമെന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര വീക്ക്നെസ്സാണ്. പിന്നെ ഞാൻ വേഗം കിച്ചണിൽ പുട്ടും കടലക്കറിയൊക്കെയാണ് കേട്ടോ. എൻ്റെ മോളുൻ്റെ ഹസ്ബൻഡിനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കാരണം ഓരോ 10-10:30 ആകുമ്പോഴേക്കും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പുട്ടും കടലക്കറി ഉണ്ടാക്കുകയാണ്. പോരാത്തിന് കുറച്ച് ബീഫ് ഉണ്ട്, നല്ല ബീഫ് ഇന്നലെ ഉള്ളത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി സെറ്റാക്കി പൊരിച്ചൊക്കെ എടുക്കാം. അതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഞാൻ വെള്ളം നമ്മൾ കരട്ടടുപ്പുമ്മൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു, ബാക്കി കുറച്ച് കുറവായി തോന്നിപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അവിടെ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം തേങ്ങ ചിരണ്ട സമയത്ത് നമ്മൾ പുട്ടിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പൊടിയിലിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആകെ ചിരണ്ടി വന്നപ്പോക്കിന് അത് നല്ല അടിപൊളിയായിട്ട് പുതിർന്നൊക്കെ നിന്ന് നല്ല മൺപിടിച്ച് സെറ്റാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പുട്ട് ചുടാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. വൈറൂസും മോളൊക്കെ 10 മണിയാകുമ്പോഴേക്കൊക്കെ എണീറ്റ് വരാൻ മതി. അപ്പോഴേക്കും നമുക്കിന്ന് ഉച്ചക്കത്തെ ലഞ്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് പണി തീർന്ന പാത്രമൊക്കെ കഴുകി വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പണികളങ്ങോട്ട് തീരും കേട്ടോ. വേഗം അതിങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഇനിയും ഐറൂസിൻ്റെ ഷർട്ടുമ്മൽ ബട്ടൺസ് വെക്കണം. അത് ഞാൻ പിന്നെ വെക്കലില്ല കേട്ടോ. ഇവിടെ അടുത്തുള്ള നമ്മളെ അരികോട് ബട്ടൺ ഹൗസിൽ കൊണ്ടുപോയിട്ട് വെപ്പിക്കാറാണ് ബട്ടൺസും സംഭവങ്ങളൊക്കെ. പിന്നെ അവനൊരു മുണ്ടും വേണം അത് കൊടുക്കാൻ, അത് ഇവിടെ ഇല്ല. അപ്പോൾ അതും വാങ്ങണം. മോള് എഴുന്നേറ്റിട്ട് വേണം അതിനൊക്കെ പോകാൻ. അങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. ഞാൻ വേഗം പുട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എണീറ്റിട്ട് കുറേ നേരമായി. മൂപ്പരൊന്നും കഴിച്ചിട്ടില്ല. സമയം കണ്ടോ 10 മണി ആയിട്ടോ. അപ്പോൾ അപ്പോഴാണ് വാതിലൊക്കെ തുറന്ന് വരുന്ന സൗണ്ട് ആയിട്ട് നോക്കിയപ്പോൾ ഐറൂസ് എണീറ്റ് വരുന്നുണ്ട്. കുപ്പായൊക്കെ ഊരിയിട്ടാണ് ഉറങ്ങണത് കേട്ടോ. അപ്പോൾ വന്ന പാടിന് ഓന് എന്തെങ്കിലും പണി ഉണ്ടോ എന്നൊക്കെയാണ് തരണത്. ഓനിങ്ങോട്ട് പണി കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നാലെ ഇങ്ങോട്ട് ഓടി പിടിക്കുക. ഓന് ഇങ്ങനെ പിടിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് കിട്ടൂല, ഇരുന്ന് കിട്ടൂല അറിയും. അപ്പോൾ ഞാനൊരു പിന്നാലെ പോയിട്ട് കിട്ടി എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വേഗം കിച്ചണിൽ പോകുന്നു. എൻ്റെ ഹസ്ബൻഡിനുള്ള ഫുഡ് കൊടുക്കുക കേട്ടോ. ഉപ്പരൊന്നും കഴിച്ചിട്ടില്ല. പുട്ടും കടലക്കറിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഈ ബട്ടൺസൊക്കെ വെക്കാൻ പോവാൻ. അപ്പോൾ മൂപ്പര് അത് കഴിക്കുന്നുണ്ട്. ഇതുമൂലം ചെന്ന് വിളിക്കുക, ഫുഡൊക്കെ വേണമെങ്കിലും ഒക്കെ വേഗം വന്ന് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞേ. മോളും ഐറൂസിൻ്റെ അപ്പം തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവള് പിന്നെ മുഖമൊക്കെ കഴുകി വന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഒരുമിച്ച് അങ്ങോട്ട് ചായ സെറ്റാക്കുകയാണ്. ഞങ്ങൾ പിന്നെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരൊപ്പം തന്നെയാണ് ഞാനും ചായ കുടിക്കുക കേട്ടോ. പിന്നെ മധുരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. കടുപ്പൊക്കെ ഇവിടെ എല്ലാവർക്കും ഒരേപോലത്തെ ചായ കിട്ടണം. അപ്പോൾ മധുരം ചെറിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ. മുഴുവനാണെങ്കിൽ നല്ല ഹൈ ലെവൽ മധുരം വേണം. എനിക്കാണെങ്കിൽ നല്ല കുറഞ്ഞ മധുരം, അതിലൂടെ അങ്ങോട്ട് പോയാൽ മതി, ഒരു ഇളം മധുരം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഓളേക്ക് പിന്നെ 2 സ്പൂൺ കൂടി പിന്നെ എക്സ്ട്രാ ഇട്ടിട്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കണേ. അപ്പോൾ ഓളും ഞാനിപ്പോൾ എന്താണ് ഈ അന്താരാഷ്ട്ര ചർച്ച എന്ന് വെച്ചാലേ, ഓള് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല ഓണത്തിന് ഇടാനുള്ള. അതായത് ഓണത്തിന് പരിപാടി ഉണ്ടല്ലോ, അതിന് ഇടാനുള്ള. നോക്കുകയാണെങ്കിൽ 2 കൂട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ കൊണ്ടുപോയിട്ടില്ല, അവിടെ സ്ഥാപനത്തിൽ അവിടെ ഫംഗ്ഷൻ ഉണ്ടാകുന്ന അവിടെ ഇടാനും ഇവിടെ ഇടാനും എന്തായാലും ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. അപ്പോൾ 2 കൂട്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇന്നലെ ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കും എന്നുള്ളതൊക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആലോചിച്ചില്ല ഇങ്ങനെ ഇവിടെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അത് കൊണ്ടുവരാൻ കാണുമോ, ഇവിടെ ഞാൻ വെച്ചത് സ്ഥലം കണ്ടില്ലെങ്കിൽ കൊണ്ടുവരൂലേ, ഏത് ഇനി അവിടെ നിന്ന് എടുക്കാൻ മറക്കുമോ ഞയ്ക്കുള്ള, പിന്നെ വളയും മാലയൊക്കെ എന്താണെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഒരു വേദന ടെൻഷനിലൊക്കെയാണ് ഓള്. പിന്നെ ഇവിടെ കുറച്ച് ഇനി
നീനുട്ടിൻ്റെ വളമാലയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നീനുട്ടി പിന്നെ തുത്തൂൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ മാല ഉണ്ടല്ലോ, അതും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ടെൻഷൻ ആവല്ലേ, നമുക്ക് സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞു ഇവളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ ചായ കുടിച്ചു കിട്ടും. രണ്ടാക്കും പിന്നെ കടിയൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ ബദാമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറിച്ചിട്ടാണ് ചായ കുടിക്കണത്. പിന്നെ ഇതാ മുപ്പത് ബട്ടൺസ് വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇതാ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഐറൂസിൻ്റെ ഷർട്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഐറൂസിന് ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇത് നല്ലൊരു ഓണ ഷർട്ടാണ്, നമ്മളെ ഈ മദ്രാസി ചെക്കിൻ്റെ ഷർട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളറ്, പല പല കളറൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് അയൺ ചെയ്തു കാട്ട് ബട്ടൺസൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് ആ തുത്തൂനായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നത്, പണികളൊക്കെ തീർന്നിട്ട് നമ്മൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് പണികളൊക്കെ തീർന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് റെഡി ആവാനായിട്ട്. അപ്പോൾ ഇതാണ് തുണി കേട്ടോ, വെള്ള മറ്റേ സിൽവർ കളർ കരയൊക്കെ വെച്ചിട്ടുള്ള തുണിയും പിന്നെ ഷർട്ട് ഇതാ ബട്ടൺസൊക്കെ വെച്ചിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. അടിപൊളി ഷർട്ടും ആക്കിയിട്ടുണ്ട്. ഇനി ഇതിട്ടാൽ എങ്ങനെയാണ് അളവൊന്നും എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി അളവെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്, പക്ഷേ എന്നാലും ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ തുത്തൂനും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ തുത്തൂനും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഷർട്ടും തുണിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ മോളുവിനെ വീഡിയോ എടുത്തു. മോള് വീഡിയോ ഒന്നും ഇങ്ങനെ തെന്നി മാറി നിൽക്കുകയാണ്. ഒക്കെ ഇപ്പം അങ്ങോട്ട് വീഡിയോയിൽ നിൽക്കുക ഭയങ്കര മടിയാണ് പെണ്ണിന്. നീനോട്ട് പിന്നെയും കുഴപ്പമില്ല കേട്ടോ, മോളൂന് ഭയങ്കര മടിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ വിടുമോ, ഞാൻ പിന്നാലെ നടന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അവളങ്ങനെ ഇടുന്നുണ്ട്. ഇതും ആണെങ്കിലോ ഒന്നും റെഡി ആയിട്ടില്ല. അവളിതിപ്പോൾ എന്തിന് ആരെ കാത്തിക്കാന്നൊന്നും അറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ആണുങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് റെഡി ആവാനൊന്നുമില്ലല്ലോ, മൂപ്പടെ ഇരിക്കുന്നുണ്ട്. ഐറൂന് ഇവിടെ ടാബൊക്കെ വെച്ച് ഇരുത്തിക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറേ പണികൾക്ക് ആക്കുണ്ടാവും. അങ്ങനെ മോളൊക്കെ റെഡിയായി വന്നു. ഇനി ഐറൂസിനൊന്ന് സെറ്റാക്കി എടുക്കണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മാറ്റാൻ. അപ്പോൾ അതൊരു ഭയങ്കര കടമ്പയാണ് കേട്ടോ. ഓനവിടെ മേശപ്പുറത്ത് ഞാൻ ഇരുത്തിയിട്ട് ഓനെ മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ ഇരുത്തിയത്. കുട്ടി ഷർട്ട് ഊരാനോ ഓൻ്റെ ടീഷർട്ട് ഊരാനോ ഒന്നും സമ്മതിക്കില്ല കേട്ടോ. അതൊക്കെ ഊരിക്കാട്ട് വേണം നമുക്ക് ആ ഒരു തുണിയും ഉപ്പായൊക്കെ ഇട്ട് കൊടുക്കാൻ. എനിക്കറിയില്ല, അതൊരു പിന്നെ ഭയങ്കര പണിയാണ്. ഞാനത് കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാം ഇങ്ങോട്ട് പിടിക്കും അത് വരില്ല. അപ്പോൾ ആ മോള് ചീത്ത പറയാം, അപ്പോൾ ഒന്ന് അടങ്ങി നിൽക്കും. ഇന്നെ തീരെ പേടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയണത് പിന്നെ ഓ തീരെ കേൾക്കില്ല. മോള് ചീത്ത പറയുമ്പോഴാണോ പിന്നെയും കുറച്ചെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കുക. അപ്പോൾ പറഞ്ഞപ്പോൾ ഓള് ചീത്ത പറഞ്ഞപ്പോൾ അത് അടങ്ങി നിന്ന് മോളൂനെങ്ങനെ ഓൻ അങ്ങോട്ട് ഞങ്ങളുള്ള ധൈര്യത്തിൽ മോളൂനെ ഓന് അങ്ങോട്ട് ചീത്ത അറിയുന്നുണ്ട്. ഞങ്ങളുണ്ടല്ലോ ഓൻ്റെ ഒപ്പം നിൽക്കാൻ, സൈഡിൽ നിൽക്കാൻ. അപ്പോൾ അങ്ങോട്ട് ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ ക്രീമൊക്കെ തേച്ച് ഷർട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഇടണില്ല കേട്ടോ. പിന്നെ ഓന് മോളിതാ പിടിച്ച് ഇമാർ പറയുമ്പോൾ പിന്നെ കുട്ടികൾ മേക്ക് കേൾക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഓള് ഇട്ട് കൊടുത്തു. പിന്നെ കിടത്തിയിട്ട് ഇപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളാവുമ്പോഴുള്ള ഉപ്പായിട്ട് കൊടുക്കണ പോലെയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അടങ്ങി നിൽക്കേണ്ട ചെക്കന് ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത്. പിന്നെ ഓന് ആ കിടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, തുണി വല്ലാണ്ട് ഓനെ ആ ഒരു രീതിയിൽ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. നല്ല ഒട്ടിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പിടിച്ച് വലിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ബട്ടൺസ് ഇത് എൻ്റെ ഹസ്ബൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 2-3 ആൾക്കാരാണ് ഓനൊരു തുണിയും കുപ്പായൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, സുന്ദരനായിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടി. ആ ഷർട്ട് കറക്റ്റ് അളവായിരുന്നു കേട്ടോ. ഷർട്ട് ഒരങ്ങടും ഇങ്ങടും ഇല്ല, വലിപ്പും വീതിയൊക്കെ പാകമായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടോ മാറ്റി കഴിഞ്ഞപ്പോൾ ഓളെ മോളൂനെ തൊടാൻ സമ്മതിക്കണില്ല കേട്ടോ. ഐറൂസ് കുപ്പായത്തിൻ്റെ ബട്ടൺസ് ഇടാനൊന്നും ഓളെ സമ്മതിക്കണില്ലേ. വേണ്ട അമ്മച്ചിനെ എമ്മീനെ അടിച്ചെന്നാണ് ഓളെ എമ്മീന്നാട്ടോ ഐറു വിളിക്കുക. അപ്പോൾ എമ്മീനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ബാക്കൊക്കെ അങ്ങോട്ട് പോയിക്കണേ, സമ്മതിക്കണില്ല. പിന്നെ ഞാനൊരു വിധം അവനോട് നിർത്തി സെറ്റാക്കി സോപ്പിട്ട് ഉമ്മയൊക്കെ കൊടുത്തു. ഓനെന്താ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ മതി. ഓനെ മാറ്റിയിട്ട് ഞാൻ മാറ്റുള്ളൂ എന്ന് ആദ്യം വിചാരിച്ചതാട്ടോ. കാരണം നമ്മൾ മാറ്റി വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ഓനെ മാറ്റി കഴിഞ്ഞാൽ ഷർട്ടൊക്കെ നമ്മളിട്ട ഡ്രസ്സൊക്കെ കൊള്ളാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓനെ മാറ്റി ഒരുക്കിയിട്ട് ഞാൻ മാറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ മോള് പിന്നെ തട്ടിട്ടപ്പം ഓന് മനസ്സിലായി പോവാണെന്ന്. അങ്ങനെ പിന്നെ മോളുവിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. ലാസ്റ്റ് ഇതാ മുടിയും കൂടി വാരുകയാണ്. അപ്പോൾ ഓന് മുടി വാരാൻ സമ്മതിക്കണ്ടേ, എങ്ങനെയൊക്കെയോ പിടിച്ച് പിന്നെ ഇന്നെ ഇങ്ങോട്ട് കാട്ടൽ തുടങ്ങി. പിന്നെ പിക്കൊന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് ചെയ്യാൻ പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മോളെ കല്യാണത്തിന് പോയിട്ടില്ലേ, അന്നിട്ടൊരു ഡ്രസ്സ് ഉണ്ട്. അത് ഏകദേശം ഒരു വൈറ്റും ഇതൊക്കെ അല്ലേ. അപ്പോൾ അത് മതി വിചാരിച്ചു ഞാൻ പിന്നെ ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാറില്ല കേട്ടോ. കാരണം പിന്നെ അത് അവിടെ മൂലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്കാണെങ്കിൽ എടുത്തതിന് അത് മുതലാണ് വരെ ഇടണം. അപ്പോൾ അത് നമ്മൾ ഈ കോട്ടനൊക്കെ എടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറേ പുറത്തൊക്കെ ഒരു ഇടലിട്ടിട്ട് കുറച്ചൊക്കെ എന്താണ് കേടാൻ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനും ആക്കാം. അതുകൊണ്ടാണ് ഞാൻ കോട്ടൺ ഡ്രസ്സും വലിയ പിടിച്ചത് കേട്ടോ. എനിക്കങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര
ഭയങ്കര ഭയങ്കര ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഞാനതാ കല്യാണത്തിന് ഇട്ട ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. അതേപോലെ കമ്മലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, തേരക്കുട്ടി. അത് പിന്നെ ഞാനാവും ലാസ്റ്റ് എന്താ പറയുക ഒരുങ്ങാതെ പിരാന്തത്തേൾ മാതിരി പോവുക കേട്ടോ. പിന്നെ ഒരു ക്രീമൊക്കെ ആണ് വാരി തേച്ചും. അതേപോലെ കമ്മലൊക്കെ പിന്നെ വണ്ടിയിൽ പോകുന്ന ടൈമിലാണ് ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ കണ്ട റോഡിലൊക്കെ നബിദിനത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് കളർ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് മൊത്തത്തിൽ ഒരുക്കുന്നുണ്ട് കേട്ടോ. ഓരോ സൈഡിലങ്ങനെ പണി ഇങ്ങനെ ഈ എന്താ പറയാ കളറിലുള്ള കടലാസ് ഇങ്ങനെ തോരണം തൂക്കുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഞങ്ങളിവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിട്ടു. ഞങ്ങൾ എത്തിയ സമയം ഇവിടെ നല്ല സദ്യ ഇങ്ങോട്ട് വെള്ളമ്പുന്ന ഒരു സമയമായിരുന്നു. കാരണം കറക്റ്റ് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ശർക്കരപ്പേരി, കാബേജ് തോരന്, കൂട്ടുകറി, പിന്നെ എന്താ നമ്മൾ പുളിഞ്ചി, അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചോറ് വരുന്നുണ്ട്. ഒരു പണി നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ഉണ്ടല്ലോ, ഈ പച്ചക്കറി ഒന്നും എറിയാതെയും ഒന്നും ഉണ്ടാക്കാതെയൊക്കെ നമ്മളിങ്ങനെ അവിടെ പോയിട്ട് ഈ ബിരിയാണി കഴിക്കണ പോലെയല്ല സദ്യ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അതിങ്ങനെ വന്ന് ഓരോരുത്തരിങ്ങനെ വന്ന് നമുക്ക് വിളമ്പി ഇങ്ങനെ തന്നിട്ട് അത് കുട്ടിക്ക് വെച്ച് കഴിക്കുമ്പം ഒന്നും കൂടി ടേസ്റ്റുള്ള പോലെ എനിക്ക് തോന്നും കേട്ടോ. അങ്ങനെ നമ്മളൊരു പണി എടുക്കണില്ലല്ലോ, പണി എടുത്തുണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള മൂടേ പോകും. ഇത് പണിയെടുക്കാതെ നമുക്ക് നമ്മൾ മുന്നിൽ കിട്ടില്ലേ. പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ ഒരുമിച്ച് തന്നെ ഇരുന്നു. ലാസ്റ്റ് ഇതാ സാമ്പാറും പാർന്നു കേട്ടോ. പിന്നെ ചിപ്സ് ഉണ്ട്, ശർക്കരപ്പീരി ഉണ്ട്, അതൊക്കെ ഉണ്ട്. എൻ്റെ ഇതുമ്പോൾ ചോദിച്ചാൽ ഇതൊക്കെ എന്താണ് വെജിറ്റബിൾസ് ഇങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് അതെന്തമ്മച്ചി എന്നൊക്കെയാണ് ചോദിക്കണേ. അവസാനം ഓളെല്ലാം ഇന്ത്യക്ക് പൊറുക്കിയിടുകയാണ് ചെയ്ത് കേട്ടോ. ഓരോന്നായിട്ട് അങ്ങനെ ഇന്ത്യക്ക് പൊറുക്കിയിടുന്നുണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ സാമ്പാറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അവിടുത്തെ ചേച്ചിമാരാട്ടോ ഉണ്ടാക്കിയത്. അത് നമ്മൾ ഈ മുസ്ലിംസ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. സാമ്പാറൊന്നും ഞാൻ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത് എനിക്കിഷ്ടമില്ലായിട്ടാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. മക്കൾ പറയും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ എനിക്കങ്ങോട്ട് ദഹിക്കില്ല കേട്ടോ. ഇതും വേണ്ടോ മുരിങ്ങക്കായൊക്കെ ഇതാ ഓള് തിന്നിട്ട് അത് ഇന്ത്യക്ക് ഇടുക. പിന്നെ ഓരോ സാധനങ്ങളങ്ങ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഇടുന്നുണ്ട്. ഞാൻ നല്ല പുളിഞ്ചിയൊക്കെ കുഴച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് അടിച്ചു കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ലാസ്റ്റൊക്കെയാണ് പപ്പടമൊക്കെ വന്നത്. കാരണം ഞങ്ങൾ വന്നിട്ട് ആ ഒരു തിരക്കിട്ട ടൈം ആയതുകൊണ്ട് അങ്ങനെ ഓരോരുത്തർ വന്നങ്ങ് ഇരിക്കില്ല. അപ്പോൾ ഇത് വിളമ്പാനാണെങ്കിൽ ഒരു ബിരിയാണി ചിക്കൻ വിളമ്പണ മാതിരിയല്ലല്ലോ, ഇത് വിളമ്പണമെങ്കിൽ കുറേ ആൾക്കാർ വേണം. കാരണം ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടണ്ടേ. അപ്പോൾ അത് അത്രയും നേരം വഴുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്കം പോലെ അങ്ങ് കിട്ടണുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പക്ഷേ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. രാവിലെ ചായ മാത്രമല്ല നമ്മൾ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ചായ കുടിച്ചതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഈ കടിക്കണത് എന്താ വെച്ചാൽ നമ്മളെ വറ്റൽ മുളകാണ് കേട്ടോ. നല്ല ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അതാണ് ഇപ്പോൾ കടിച്ചത്. ഒക്കെ കൂടെ കൂട്ടി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ ഈ ഒരു വർഷത്തെ നമ്മൾ ആദ്യത്തെ ഓണസദ്യയാണ് കേട്ടോ. ദിവസം പിന്നെ കഴിച്ചൊക്കെ തന്നെ ഓടി ഓൻ്റേതായിട്ടുള്ള ഓൻ ബിസി ആയിട്ടുണ്ട്. ഓൻ തിരക്കായി. കാരണം ഓൻ വണ്ടി കളിയൊക്കെ തുടങ്ങി. അപ്പുറത്തെ കണ്ടോ മോളുൻ്റെ ഹസ്ബൻഡും ഓൻ്റെ ടീംസുമാണ് കേട്ടോ ഇരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റാണ്. പിന്നെ കുട്ടികളൊക്കെ, അതായത് ഇവിടുത്തെ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് പോയിട്ടോ. മുകൾ ഭാഗത്താണ് ഇതിൻ്റെ അതായത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രാവിലെ മുതലേ ഫംഗ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല പരിപാടികളും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ രാവിലെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ആ സ്റ്റേജിമേലായിട്ട് ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ മക്കളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഈ സെറ്റ് സാരിയും അതേപോലെ ധാവണി അതൊക്കെ കൊടുക്കുമ്പം പെൺകുട്ടികളെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ. അതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതേമാതിരി ബോയ്സ് ആണെങ്കിൽ നല്ല തുണിയും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഓലെ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇങ്ങനെ സുന്ദരന്മാരായിട്ട് അങ്ങനെ ഒരുവരിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ലഞ്ച് ഫുഡൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഉച്ചയ്ക്ക് ശേഷം ഇല്ല. ആകെയുള്ളത് ഈ എന്താ പറയുക നമ്മളെ വടംവലി മത്സരവും പിന്നെ എന്തോ ശിങ്കാരിമേളും പിന്നെ എന്തോ പരിപാടിയും കൂടി ഉള്ളൂ കേട്ടോ. വടംവലിക്കുള്ള കയറാണിത്. അതിൻ്റെ ഒരു വണ്ണം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അമ്മമാര് വണ്ണാലേ ഞാനിങ്ങനെ അടുത്തുനിന്ന് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ മക്കളെയൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അവിടെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് റെഡി ആക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു പാട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ. അതായത് നമ്മളെ പിന്നെ വടംവലിയൊക്കെ ചെയ്യുമ്പോൾ നല്ല പാട്ടൊക്കെ ഇടണ്ടേ ഒരു ഹരത്തിന്. അപ്പോൾ അതങ്ങോട്ട് ഇട്ടതിൽ എൻ്റെ ഐറൂസ് അങ്ങോട്ട്
കരയാൻ തുടങ്ങി. പിന്നെ ചെക്ക അവിടെ നിൽക്കണ്ടേ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഓനെ കൊണ്ട് താഴേക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോന്നു കേട്ടോ. അവിടെ ഇതുമ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ കഴിച്ചു. മോളും എങ്കിലും പരിപാടി ശരിക്കും കണ്ടോട്ടെ എന്ന് കരുതി. പിന്നെ മോളും ഹസ്ബൻഡും ഉണ്ടല്ലോ, ഓലെങ്കിലും മര്യാദയ്ക്ക് കണ്ടോട്ടെ. ഞങ്ങൾക്ക് പിന്നെ ഇതായാലും കണ്ട് രാവിലെ ഞങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ ആയിരും ഇതുമ്മ ആണെങ്കിൽ കസാല അട്ടിയക്കൽ, പിന്നെ അവിടെയുള്ള ആ ഭാഗത്തുള്ള കസാല മുഴുവൻ അട്ടിക്കച്ചത് ഓലാണ് കേട്ടോ. പിന്നെ മോള് പറഞ്ഞു നീ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഓനും വെച്ചിട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക പിത്തനാക്കണുണ്ടായിരുന്നേ. അപ്പോൾ മോള് പറഞ്ഞു നമ്മൾ പോവാം, ഇനി വെറുതെ ഓനും ഇവിടെ വെച്ചാണ്ട് ഇടങ്ങാറാക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുക്കണം. അതിൻ്റെ ഇടയിൽ ഡയറൂസ് കണ്ടോ മുണ്ടുണ്ടല്ലോ ഓന് എന്താ പറയുക നിലത്തിങ്ങനെ എഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇതായതുപോലെ മുണ്ടൊക്കെ കുത്തി കൊടുത്തു. അവനെ ഒന്നും കൂടി കളിച്ചാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ, നല്ല ഒന്നുകൂടി രസമാക്കാൻ. അങ്ങനെ കുറേ നേരം അവൻ്റെ കളിയും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 4:30 ഒക്കെ ആയപ്പം പോന്നു കേട്ടോ. ചിങ്കാരിമേളത്തിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഭയങ്കര സൗണ്ടല്ല അത് അവിടെ കേട്ടപ്പോക്കിന് പിന്നെ ഓൻ്റെ കൺട്രോളിൽ പോയി, ഭയങ്കര കരച്ചില്ല. പിന്നെ ഞങ്ങളപ്പോൾ തന്നെ വേഗാണ്ട് ഇറങ്ങി കേട്ടോ അവിടുന്ന്. ഇനി ഇവിടെ നിന്ന് ആവില്ല എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ഓണസദ്യയായി, പിന്നെ നല്ലൊരു ഓണപ്പരിപാടിയായി. മൊത്തത്തിലൊന്ന് ഒരുങ്ങി ഇറങ്ങി വന്നൊരു സദ്യയൊക്കെ കഴിച്ച് പോയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു പ്രത്യേക ഒരു സന്തോഷം. എന്നും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ലല്ലോ, ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ കണ്ട് ഇറങ്ങി കയറുമ്പോൾ ഒരു വേറൊരു വൈബാണല്ലോ. എന്താ ഞങ്ങൾ വീട്ടിലേക്ക് പോകണേ ഇറങ്ങി വീട്ടിലെത്തി. ഇനി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഓണവിശേഷങ്ങൾ കേട്ടോ. അടുത്തതായിട്ട് കാണാവേ.